കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വാർത്തകളുടെ വലിയ ഡെവലപ്മെന്റ്സുകളൊക്കെ വരുന്നത് ദേശീയ തലത്തിൽ നിന്നാണ്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇന്ത്യ സഖ്യ നേതാക്കൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അത് പാർലമെന്റിന് പുറത്ത്, പാർലമെന്റിനകത്ത്, ബീഹാറിൽ പോയി മഹാറാലിക്ക്, വോട്ടധികാർ മഹാറാലിക്ക് തുടക്കമിടുന്നു. അപ്പോൾ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ രാജ്യത്തിങ്ങനെ അലയടിക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ, പരാതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഏത് രീതിയിലാണ് മറുപടി പറഞ്ഞത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയും പ്രതിഷേധിക്കുകയാണ് ഇന്ത്യ സഖ്യം. പാർലമെൻറ്റ് സെഷൻ വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും അത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ആവശ്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു, അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നു. അതൊന്നും കൈക്കൊള്ളാനോ ചെവിക്കൊള്ളാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇന്ന് ലോക്സഭയിൽ സുപ്രധാനമായ 2 ബില്ലുകൾ വരാനിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ ആവശ്യങ്ങൾക്കിടയിലും വേണ്ടുന്ന ബില്ലുകൾ കേന്ദ്ര സർക്കാർ പാസ്സാക്കി എടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബില്ല് ഏത് രീതിയിലായിരിക്കും? ആ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് പോവുക. ഒപ്പം രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനവധി സംഭവങ്ങൾ ദേശീയ തലത്തിൽ നടക്കുമ്പോൾ നമുക്ക് സിബി ജോസഫിനെ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കൂട്ടാം. സിബി, ഗുഡ് മോർണിംഗ്. വിനീഷ, വെരി ഗുഡ് മോർണിംഗ്. കുറേ വെരി ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചുരുക്കം പറയുകയായിരുന്നു പ്രേക്ഷകരോട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നല്ല തിരക്കുള്ള ദിവസമാണ് സിബിക്കും അവിടെ ഡൽഹി ബ്യൂറോയിലുള്ള എല്ലാവർക്കും എന്നറിയാം. നമുക്ക് ആദ്യം രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു വാദം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു വിധി തന്നെയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായുള്ള സംസ്ഥാനങ്ങളുടെ വാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. വിനീഷ, എന്തായാലും രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വാദം, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വാദം, പ്രാഥമികമായ വാദം പൂർത്തിയായിരുന്നു. ഇതിൽ ഈ രാഷ്ട്രപതി നൽകിയ 14 ചോദ്യം നൽകുന്ന റഫറൻസ് അത് നിലനിൽക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ വാദം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കേരളത്തിൻ്റെ വാദത്തിൽ കേരളത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ, അദ്ദേഹം പ്രധാനമായും വാദിച്ചത് ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള റഫറൻസാണ്. തമിഴ്നാടിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു റഫറൻസ് ആണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കേരളത്തിൻ്റെ വാദം. മാത്രമല്ല, ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഈ റഫറൻസ് മടക്കണമെന്നൊരു ആവശ്യം കൂടി കേരളം മുന്നിട്ട് വയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ ഈ രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ 11 ചോദ്യങ്ങളും നേരത്തെ തമിഴ്നാടിൻ്റെ ഹർജിയിൽ ഇത് പരിഗണിക്കപ്പെട്ടവയാണെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അതിശക്തമായ വാദമാണ് കേരളം മുന്നോട്ട് വെച്ചത്. തമിഴ്നാടും ഇതോടൊപ്പം തന്നെ ഈ 2 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി അത് പുനഃപരിശോധിക്കാനുള്ള നിയമ സാധ്യതയില്ല, അതിന് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിയമ സാധ്യതയാണ് തേടേണ്ടതെന്ന് തമിഴ്നാടും വാദിക്കുകയും ഈ ഒരു റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് തമിഴ്നാടും വാദിക്കുകയും ചെയ്തു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും പറയുന്നത് രാഷ്ട്രപതിക്ക് ഒരു വിവേചന അധികാരമുണ്ട്, ആ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റഫറൻസ് നൽകിയത്. മാത്രമല്ല, ഇതിൽ ഈ തമിഴ്നാടിൻ്റെ ഹർജിയിലും മറ്റുമെല്ലാം തന്നെ വന്ന 2 അംഗ ബെഞ്ചിൻ്റെ വിധി അതിൽ ചില പൊരുത്തക്കേടുകളും ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റഫറൻസ് നൽകിയെന്നുള്ള വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ പറഞ്ഞത് ഈ ഭരണഘടനയെ പോലും മാറ്റി എഴുതുമോ സുപ്രീം കോടതി എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനോട് ചോദിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി. ആ സമയത്ത് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം ബില്ലുകൾ ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാതെ തങ്ങൾ എന്ത് ചെയ്യും? കാരണം ഇത്രത്തോളം ബില്ലുകൾ ഗവർണർമാർ ഇത്രത്തോളം വൈകി ഇങ്ങനെ പിടിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഗവർണറുടെ പക്കൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഓപ്ഷനാണ് ഉള്ളത് സുപ്രീം കോടതിക്കെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ചോദിച്ചു. ഇനിയിപ്പോൾ ഈ ബില്ലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയൂ എന്ന ചോദ്യമാണ് ഇന്നലെ ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഈ ഭരണഘടനാ ബെഞ്ച് ചോദിച്ചത്. എന്തായാലും പിന്നീട് ഇന്നലെ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരുന്ന 4 ദിവസം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഉണ്ടാവും. 28-ാം തീയതി ശേഷമായിരിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വാദം ആരംഭിക്കുക. എല്ലാ സംസ്ഥാനങ്ങളെയും അഭിപ്രായങ്ങളും തേടുകയും ചെയ്യും. എന്തായാലും ഇത് ഈ ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഈ റഫറൻസിന്മേലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും കുറേ ദിവസം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച ഈ ഒരു തമിഴ്നാടിൻ്റെ ഹർജിയിലെ ഈ സുപ്രീംകോടതി വിധി, ഈ സുപ്രീംകോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് രാഷ്ട്രപതിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ റെഫറൻസ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ എത്തിച്ചത്. എന്തായാലും ഈ റെഫറൻസ് നിലനിൽക്കുമെന്ന തരത്തിലുള്ള വാദമാണ് പിന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ നിർണായകമായ വാദമാണ്. തമിഴ്നാടിൻ്റെ ഹർജിയിലുണ്ടായ ഈ ഒരു വിധി, ആ വിധി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണോ, അത് പൊതുവായി ബാധകമാണോ അടക്കമുള്ള കാര്യങ്ങളാണ് ഒന്നാമതായി പ്രശ്നം. രണ്ടാമതായി രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് വിവേചന അധികാരമുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ എന്ന രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളായതാൽ ഇതിൽ ഏതാണ് വലുത്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം തന്നെയും വാദങ്ങളും പ്രതിവാദങ്ങളും ദിവസങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വ്യവഹാര പ്രക്രിയയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൽ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴും സുപ്രീം കോടതി വാക്കാൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം ഇത്തരത്തിൽ ഗവർണർമാർ ഈ ബില്ലുകൾ ഗവർണർമാരുടെ പക്കൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്ത് ഓപ്ഷനാണ് മറ്റുള്ളതെന്നെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ചോദിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായത് ഏറ്റവും പോസിറ്റീവായ ഒരു വാക്കാലുള്ള ഒരു പരാമർശം കൂടിയാണെന്നതും ഏറെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കേരളം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഗൗരവമായ കാര്യം ഇത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള രാഷ്ട്രീയ റെഫറൻസ് ആണ് എന്ന കാര്യത്തിലും സംശയമില്ല എന്ന് കേരളവും വാദിക്കുകയും ചെയ്തു. കേരളവും തമിഴ്നാടും അതോടൊപ്പം തന്നെ ഈ BJP ഇതര സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഈ റെഫറൻസിനെ ശക്തമായി പ്രതികൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ വാദിക്കുമ്പോഴും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഈ റെഫറൻസിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു വാദം നടക്കുക. സ്വാഭാവികമായും അവിടെ ഒരു മെജോറിറ്റി സുപ്രീം കോടതിയിൽ വാദത്തിൽ ഈ ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനും ലഭിക്കുകയും ചെയ്യും. പക്ഷേ എങ്കിൽ പോലും ഇതിലെ കൃത്യമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബില്ലുകൾ സമയപരിധി ഇല്ലാതെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഒരു അന്തിമമായ തീരുമാനം സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വരും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തിമ തീരുമാനം ഏറെ നിർണായകം തന്നെയാണ്. ഇന്നും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇന്ന് രാവിലെയും 11 മണിയോടെ സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ആരംഭിക്കുകയും ചെയ്യും. വിനീഷ.